യൂണിറ്റ് 15 ഇൻസെൻറ്റീവ്സ് ടു ഓൺട്രപ്രണേഴ്സ്. ഓൺട്രപ്രണേഴ്സിന് കിട്ടുന്ന ഇൻസെൻറ്റീവ്സ് അതാണ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അവർക്ക് കിട്ടുന്ന, അതായത് നമ്മളൊരു ബിസിനസ്സൊക്കെ തുടങ്ങുമ്പോൾ അവർക്ക് കിട്ടുന്ന ഇൻസെൻറ്റീവ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ്, ദ ടേം ഇൻസെൻറ്റീവ് ജനറലി മീൻസ് എൻകറേജിങ് പ്രൊഡക്ടിവിറ്റി. ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രൊഡക്ടിവിറ്റി എൻകറേജ് ചെയ്യാൻ, ഒരു മോട്ടിവേഷണൽ ഫോഴ്സാണ് ഇതിൽ ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്നത്. അതായത് ഒബ്ജക്റ്റീവ് ഓഫ് പ്രൊവൈഡിങ് ഇൻസെൻറ്റീവ്സ് ടു മോട്ടിവേറ്റ് ഓൺട്രപ്രണർ ടു സെറ്റപ്പ് എ ന്യൂ വെഞ്ചർ ഇൻ ദ ലാർജർ ഇൻട്രസ്റ്റ് ഓഫ് ദ നേഷൻ ആൻഡ് സൊസൈറ്റി. നമ്മുടെ സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റും ഒക്കെ വേണ്ടിയിട്ട് അതിൻ്റെ താല്പര്യം വർദ്ധിപ്പിക്കാനായിട്ട് വേണ്ടിയിട്ട് ഓൺട്രപ്രണേഴ്സിന് എന്ത് ചെയ്യണം? ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് അവർക്ക് മോട്ടിവേഷൻ കിട്ടുക. അല്ലെങ്കിൽ ബിസിനസ്സിൽ എന്തെങ്കിലും വീഴ്ച വരികയോ എന്തെങ്കിലും ബിസിനസ് സക്സസ് ആവാതെ പോയി കഴിഞ്ഞാൽ അവർക്കത് സഫർ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഇൻസെൻറ്റീവ്സ് കൊടുക്കണം. പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന കമ്പനികൾക്ക് ഡിസ്കൗണ്ടുകൾ, കൺസെഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എൻകറേജ് ചെയ്യിക്കാനായിട്ട് കൊടുക്കാറുണ്ട്. ഇൻസെൻറ്റീവ്സ് ഇൻക്ലൂഡ് കൺസെഷൻ, സബ്സിഡീസ് ആൻഡ് ബൗണ്ടീസ്. അതായത് കൺസെഷൻസ് കൊടുക്കും, അതായത് ടാക്സ് കൺസെഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടാക്സ് ചിലത് 7 വർഷത്തേക്ക്, ചിലത് 5 വർഷത്തേക്ക് വരെ ടാക്സ് അടയ്ക്കേണ്ട, അങ്ങനെയുള്ള കൺസെഷൻസ് കൊടുക്കാറുണ്ട്. സബ്സിഡീസ്, ഗവൺമെൻറ് കുറഞ്ഞ റേറ്റിന് സാധനങ്ങൾ കൊടുക്കും. അതുപോലെ തന്നെ ബൗണ്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മളിതുപോലെ തന്നെ ബോണസായിട്ട് കൊടുക്കുന്നതാണ്, ഫ്രീ ആയിട്ട് കൊടുക്കുന്ന, ഇത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ചില ലോണുകളൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതൊക്കെയാണ് ബൗണ്ടീസ് എന്ന് പറയുന്നത്. അത് ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ചെയ്യുന്നതാണ്. സബ്സിഡി മീൻസ് സിംഗിൾ ലംസം മണി ദാറ്റ് ഗിവൺ ബൈ ദ ഗവൺമെൻറ് ടു ഓൺട്രപ്രണർ ടു കവർ ദ കോസ്റ്റ്. സബ്സിഡി എന്ന് പറഞ്ഞാൽ ഒരു എമൗണ്ട്, സബ്സിഡി എന്ന് പറഞ്ഞാൽ ഒരു എമൗണ്ട് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ബൗണ്ടി എന്ന് പറയുന്നത് ബോണസ് ഓഫ് ഫിനാൻഷ്യൽ എയ്ഡ് ഗിവൺ ടു ഇൻഡസ്ട്രി ടു ഹെൽപ്പ് ദ കോമ്പീറ്റ് വിത്ത് അതർ യൂണിറ്റുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ ചില പരമ്പരാഗത വ്യവസായങ്ങളൊക്കെ, കോട്ടേജ് ഇൻഡസ്ട്രീസൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ചിരട്ട കൊണ്ട് ഉണ്ടാക്കുന്ന സാധനങ്ങൾ, അങ്ങനെയുള്ള, അതുപോലെ തന്നെ മൺപാത്രങ്ങൾ, അങ്ങനെയുള്ള കൊയർ ഇൻഡസ്ട്രിയുടെ അതിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള സാധനം ഉണ്ടാക്കുക, അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മളൊരു എമൗണ്ട് ഗവൺമെൻറ് ഗ്രാൻഡൊക്കെ അനുവദിക്കും. അതൊക്കെയാണ് ബൗണ്ടീസ് എന്ന് പറയുന്നത്. ദെൻ എക്സാമ്പിൾ ഓഫ് ഇൻസെൻറ്റീവ്സ് ആണ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്, ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ്. അതായത് ഗവൺമെൻറ് തലത്തിൽ ഇൻഡസ്ട്രീസ് അത് പണിത് കൊടുക്കും. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇൻഡസ്ട്രീസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ കുറേ കൺസെഷണൽ റേറ്റ് കിട്ടും. നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് കുറവ്, ആ ഭാഗത്തേക്ക് ആ കൺസ്ട്രക്ഷൻ ഏരിയ, അതുപോലെ ബിസിനസ് ഏരിയ, ഇൻഡസ്ട്രിയൽ ഏരിയ ഒക്കെ ആണെങ്കിൽ അവിടെ ഇലക്ട്രിസിറ്റി കുറവായിരിക്കും. ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കും കൂടുതലായിട്ട്. കമ്മ്യൂണിക്കേഷനൊക്കെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ്, ടവറുകൾ, കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ സബ്സിഡീസ്, അവിടെ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രീസിന് ഇത്ര സബ്സിഡി കൊടുക്കുക, അങ്ങനെയുള്ള കുറേ ഇൻസെൻറ്റീവ്സും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യും. ട്രാൻസ്പോർട്ട് സബ്സിഡി, ആ ഭാഗത്തേക്ക് ഇപ്പോൾ വർക്കേഴ്സിനാണെങ്കിലും അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാർക്കൊക്കെ യാത്ര ചെയ്യാനൊക്കെ ആയിട്ട് കൺസെഷൻ റേറ്റൊക്കെ കൊടുക്കാം. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് പ്രൊവൈഡിങ് ഇൻസെൻറ്റീവ് ടു ഓൺട്രപ്രണേഴ്സിന് ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്നതിനുള്ള അഡ്വാൻറ്റേജസ് എന്താണ്? ഡീസെൻട്രലൈസേഷൻ ഓഫ് ഇക്കണോമിക് പവർ. അതായത് നമുക്ക് എല്ലാവർക്കും ഇൻഡസ്ട്രീസ്, ലാർജ് സ്കെയിൽ ആൾക്കാർ മാത്രമാണ് ഇൻഡസ്ട്രീസ് തുടങ്ങുള്ളൂ. അപ്പോൾ കുറച്ച് ആൾക്കാരുടെ കയ്യിൽ മാത്രം ഇൻഡസ്ട്രി തുടങ്ങുന്ന സിസ്റ്റം ഉണ്ട്. അത് മാറ്റാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അതുപോലെയുള്ള ഇൻഡസ്ട്രീസൊക്കെ തുടങ്ങാനായിട്ട് ഹെൽപ്പ് ചെയ്യണോ? ഇങ്ങനെ എല്ലാ ഏരിയാസിലേക്കും ഇതുപോലെ ഇൻസെൻറ്റീവ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അവിടെയും ഇൻഡസ്ട്രീസ് സ്റ്റാർട്ട് ചെയ്യും. ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ്, അതായത് സിറ്റീസ് മാത്രം ഡെവലപ്പ് ചെയ്താൽ പോരാ, റൂറൽ ഏരിയാസിലും കൂടി ഇൻഡസ്ട്രി ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ജോഗ്രഫിക്കൽ ഏരിയാസൊക്കെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നു. ട്രാൻസ്ഫോർമേഷൻ ടെക്നോളജി, അതായത് മോഡേൺ ടെക്നോളജി, അതായത് ട്രഡീഷണൽ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ആ ഇൻഡസ്ട്രീസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതായത് കൊയർ ഇൻഡസ്ട്രിയൊക്കെ നമ്മൾ ട്രഡീഷണൽ മെത്തേഡിലൂടെയാണ് ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യാം? ട്രഡീഷണൽ ആയിട്ടുള്ള ഇതാകുമ്പോൾ സ്കിൽസ് കുറവായിരിക്കും, പ്രൊഡക്ടിവിറ്റി കുറവായിരിക്കും, കുറച്ച് എണ്ണൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, വേജസ് കുറവായിരിക്കും. അവിടെ നമ്മൾ മോഡേൺ ടെക്നോളജി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യും, പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യും, അവിടുത്തെ ആൾക്കാരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇൻക്രീസ് ചെയ്യാനൊക്കെ ആയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഇനി ഓവർകം ഡിഫിക്കൽട്ടീസ്, ഇങ്ങനെ ഇൻസെൻറ്റീവ്സ് ഒക്കെ കൊടുക്കുമ്പോൾ ഡിസ്ട്രിക്റ്റുകൾ തമ്മിലുള്ള ബാക്ക്വേർഡ്, അങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. ജനറേറ്റ് ഇൻഡസ്ട്രിയലൈസേഷൻ, അതായത് പെർഫെക്റ്റായിട്ട് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ഉണ്ടാവാനായിട്ട്, റീജിയണലായിട്ടുള്ള ഡിസ്പാരിറ്റീസ് ഒന്നും ഇല്ലാതെ എല്ലാ ഭാഗത്തും ഒരേപോലെ ഇൻഡസ്ട്രീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യണം. പിന്നെ എൻകറേജ് ഓൺട്രപ്രണർഷിപ്പ്, അതായത് പുതിയ ഓൺട്രപ്രണേഴ്സ് ഡെവലപ്പ് ചെയ്യാനായിട്ട്
ഒരു ഇൻഡസ്ട്രി ഒക്കെ തുടങ്ങുമ്പോൾ അതിന് ഒരുപാട് തടസ്സങ്ങളുണ്ട്. അപ്പോൾ അത് ഗവൺമെൻറ് സപ്പോർട്ട് ഏജൻസീസ് അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് പുതിയതായിട്ടുള്ള ഇൻഡസ്ട്രി തുടങ്ങാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചോ എൻ്റർപ്രണർ സ്കില്ലിനെ കുറിച്ചിട്ടൊന്നും അറിയാത്ത ആൾക്കാർ അത് ബിസിനസ് തുടങ്ങുമ്പോൾ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് തലത്തിൽ കൊടുക്കാറുണ്ട്. അതൊക്കെ ഓൺടർപ്രണേഴ്സിന് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹെൽപ്പ് ടു ഓവർകം കോമ്പറ്റീഷൻ. ഇനി കോമ്പറ്റീഷൻ ഓവർകം ചെയ്യാനായിട്ട് ഇൻസെൻറ്റീവ്സ് ഹെൽപ്പ് ഓൺടർപ്രണർ ടു സർവൈവ് ആൻഡ് കോമ്പീറ്റ് വിത്ത് കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഇടയിൽ, അതായത് ഗവൺമെൻറ് ഗ്രാൻറ്റുകൾ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ ഫണ്ട് അവർക്ക് അവൈലബിൾ ആകുമ്പോൾ അവർക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ കോമ്പറ്റീഷൻ ഓവർകം ചെയ്യാനായിട്ട് അവർക്ക് പറ്റും. സർവൈവ് ചെയ്യാനും ഗ്രോത്തിന് വേണ്ടിയിട്ടൊക്കെ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഹെൽപ്സ് ടു ഓവർകം കോമ്പറ്റീഷൻ എന്ന് പറയാം. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഇൻസെൻറ്റീവ്സ് കൊണ്ട് ഓൺടർപ്രണേഴ്സിനുള്ള അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്.